ആരമ്മേ? ഏതോ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഏജന്റാ. ഞാൻ കരുതി VP ആരുടെയെങ്കിലും ഫോണിൽ നിന്ന് എന്നെ വിളിച്ചതായിരിക്കുമെന്ന്. എന്നാലും ഞാൻ ഇന്നലെ അവിടെ നിന്ന് പോന്നിട്ട് ഇത്ര നേരമായിട്ടും VP എന്നെക്കുറിച്ചൊന്നും അന്വേഷിച്ചു പോലും ഇല്ലല്ലോ. എന്നെ കാണണമെന്ന് പറഞ്ഞ് VP വാശി പിടിച്ച് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുന്ന ഭയപ്പെട്ടാ ഞാൻ വന്നത്. അമ്മയുടെ ആ പേടി വെറുതെയാ. BPക്ക് അമ്മയടുത്ത് വേണമെന്ന് വലിയ നിർബന്ധമൊന്നും ഉണ്ടാവില്ല ഇപ്പോ. എന്നാലും പറയാൻ പറ്റില്ല അപ്പോ. എപ്പോഴാ VPക്ക് എന്നെ കാണാൻ തോന്നുന്നതെന്ന് പറയാൻ പറ്റില്ല. ആ സമയം ഞാൻ അടുത്തില്ലെങ്കിൽ പിന്നെ ആകെ പ്രശ്നമാവും. അമ്മയെ മിസ് ചെയ്യാൻ അത്രയും ബുദ്ധിമുട്ടുള്ള ഒരാള് പിന്നെ എന്തിനാ അമ്മ ഇങ്ങോട്ട് നിർബന്ധിച്ചയച്ചത്? അത് ഡോക്ടർ പറഞ്ഞിട്ട് ഞാൻ ഒന്ന് മാറി നിന്ന് നോക്കുന്നതേ ഉള്ളൂ. ഞാൻ അടുത്തില്ലെന്ന് ഉറപ്പായ VP ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ എന്നെ അപ്പം തന്നെ വിവരം അറിയിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കോൾ വന്നാൽ എനിക്ക് അപ്പം തന്നെ VPയുടെ അടുത്തേക്ക് പോകേണ്ടി വരും. അപ്പം നീ ഇവിടെ തനിച്ച് നിൽക്കണ്ട. വീട് പൂട്ടി നേരെ ഡേസിയുടെ വീട്ടിലേക്ക് പൊയ്ക്കണം കേട്ടോ. അതിനാദ്യം അങ്ങനെ ഒരു വിളി വരട്ടെ. എനിക്ക് തോന്നുന്നില്ല VP നിർബന്ധിച്ച് അമ്മയ്ക്ക് ഉടനെ അങ്ങനെ ഒരു കോള് വരുമെന്ന്. അമ്മയ്ക്കും അതറിയാലേ. എന്നാലും അങ്ങനെ ഒരു കോള് അമ്മ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ? അമ്മേ, ആ സ്ത്രീ അവിടെ ഉള്ളതുകൊണ്ട് VP ഇപ്പൊ അമ്മയെ വല്ലാതെ അവോയ്ഡ് ചെയ്യുന്നുണ്ട് അല്ലേ? അങ്ങനെയൊന്നുമില്ല അപ്പു. നിനക്കതൊക്കെ വെറുതെ തോന്നുന്നതാ. VPക്ക് അങ്ങനെ നമ്മളെയൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ? ഇതൊന്നും നീ അത്ര സീരിയസ് ആയിട്ട് എടുക്കണ്ട കേട്ടോ. ആ ഓക്കേടാ, നമുക്ക് നേരിട്ട് കാണാം. ശരി, ഓക്കെ. എന്താണ് രാവിലെ കൂലങ്കക്ഷമായ ഒരു ആലോചന? ഇത്ര ഗഹനമായിട്ട് ആലോചിച്ച് കൂട്ടാൻ അളിയൻ ഗ്രാസ് റൂട്ട് ലെവലിൽ വല്ലതും പിടിപ്പിച്ചോ? ഉണ്ടെങ്കിൽ ശകലം എനിക്കൂടെ താടായി. ഞാനും ഒന്ന് ചിന്താവിഷ്ടനായ ശ്യാമളനാവട്ടെ. ഒന്ന് പോടാ. എന്റെ തലമണ്ട വർക്ക് ചെയ്യാനേ കണ്ണി കണ്ട പോച്ചയും പുല്ലൊന്നും അടിച്ചു കയറേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ അതിപ്പോ ഫുൾ ടൈം ഫുൾ ഡേ വർക്കിങ്ങാ. നീ സംഭവം എന്താന്ന് പറ. നമുക്കൂടി വല്ല ഗുണവും കിട്ടുന്ന കാര്യമാണോ? അതോ നമ്മളെയൊക്കെ സൈഡാക്കി അളിയന് മാത്രം പന്ത് കൊണ്ടുപോയി ഗോൾ അടിക്കാനുള്ള പരിപാടിയാണോ? മോനെ സാമേ, അങ്ങനെ കൂടെയുള്ളവരെ സൈഡാക്കി ഒറ്റയ്ക്ക് പോയി ഗോൾ അടിക്കുന്ന പരിപാടിയൊന്നും അരുൺ ഭാസ്കറിന് അന്നും ഇന്നുമില്ല. ടീം വിളിച്ച് കളത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അരുൺ പന്ത് പാസ് ചെയ്ത് എന്നെ കളിക്കും. പിന്നെ ഗോൾ അടിക്കുന്നതും കളിക്കാത്തതൊക്കെ കളിക്കാരന്റെ മിടുക്ക്. ആഹാ, അന്തസ്. അത് പൊളിച്ചു മോനെ. ഇനി പറ, എന്ത് ഗുണമുള്ള കാര്യമാണ് നിന്റെ മനസ്സിൽ? കേക്കട്ടെ. ഇപ്പൊ ആലോചിക്കാൻ എന്റെ മനസ്സിൽ ഒറ്റ കാര്യമുള്ളൂ മോനെ. അത് അവളുമാരുടെ കാര്യം. ആ കാര്യത്തിലൊരു തീരുമാനം എടുക്കാതെ ഇനി നമ്മൾ പുതിയ കൊട്ടേഷൻ ഒന്നും പിടിക്കുന്നില്ല. നീ ഏതോളുമാരുടെ കാര്യം ഉദ്ദേശിച്ചത്? ആ അപ്പുകൂട്ടന്റെ കൂടെയുള്ള പുതിയ ഗാങ്ങിന്റെ കാര്യമാണോ? അതെ. എന്റെ പൊന്നോ, അതേക്കുറിച്ച് നീ എന്നെ ഓർമ്മിപ്പിക്കുക പോലും ചെയ്യരുത്. വേറെ എവിടെയും പോയി മുട്ടുന്ന പോലെയല്ല അവിടെ പോയി മുട്ടുന്നതെന്ന് അന്നത്തെ ഒരു സംഭവം കൊണ്ട് ഞാൻ പഠിച്ചു. നടു റോഡിൽ പബ്ലിക്കായിട്ട് മുട്ടുമേൽ നിന്ന് ഏത്തോട്ട് കളിക്കാൻ ഇനി നമ്മളില്ലേ. നീ റൂട്ട് മാറ്റി പിടിക്കും. അപ്പൊ ഇത്രേ ഉള്ളൂ പ്ലാന്റർ പൗലോച്ചന്റെ മോൻ സാംകുട്ടിയുടെ അന്തസ്സും ആത്മവിശ്വാസവും ഒക്കെ. പിന്നെ ബിയർ കയറി മൂക്കുമ്പോ നീ അവളുമാരോട് പ്രതികാരം ചെയ്യണം, പാഠം പഠിപ്പിക്കണമെന്നൊക്കെ വിളിച്ചു കൂന്നുണ്ടല്ലോ. അപ്പൊ അത് വെറും ഷോയാണല്ലേ? എടാ, നട്ടലിന് നല്ല ഉറപ്പും തൻ്റെ ഇടമൊന്നും ഇല്ലാത്തവന്മാരെ ഈ പണിക്ക് ഇറങ്ങരുത്. അന്ന് അപ്പൂന്റെ കൂടെയുള്ള ആ നെത്തൂലി പീസിനെ കണ്ട് നീ വല്ലാതെ അങ്ങ് പുളകിതനായി പോയെന്ന് പറഞ്ഞോണ്ടല്ലടാ ഞാൻ നിന്റെ കൂടെ വന്നത്. ഇതിപ്പോ നിന്റെ പറച്ചിലായിട്ട് തോന്നുമല്ലോ വെറുതെ നിന്ന് നിന്നെ ഞാൻ കൊണ്ടുപോയി കുഴി ചാടിച്ചെന്ന്. എടാ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല. നീ പറഞ്ഞത് ശരിയാ. അപ്പുവിന്റെ കൂടെയുള്ള ആ മായാമോഹിനിയെ കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോഴും എന്റെ നെഞ്ചിലൊരു കുളിരുണ്ടാവാറുണ്ട്. ഒരു പ്രാവശ്യം അവളെ വിസ്തരിച്ചൊന്ന് അറിയണമെന്നുണ്ട്. പക്ഷെ മോനെ, കൽക്കണ്ടത്തിന് ചുറ്റും കട്ടുറുമ്പിനെ കാവൽ നിർത്തിയിരിക്കുന്ന ഇടപാടായത്. അപ്പുവിനും അവൾക്കും ആ ഗാങ്ങിന്റെ ഫുൾ പ്രൊട്ടക്ഷനുണ്ട്. ഇനിയും നമ്മൾ അവിടെ കയറി ചൊറിയാൻ നിന്നാലേ അവളുമാരും നമ്മളെ തേച്ചൊട്ടിക്കുന്നുള്ള കാര്യം ഉറപ്പാ. ഞാൻ തമാശ പറഞ്ഞല്ല.
ആ ഗ്യാങ്ങിനോട് നമുക്ക് മുട്ടി നിൽക്കാൻ പറ്റില്ല. നൈസായിട്ട് വളച്ചെടുത്ത് കാര്യം സാധിക്കാനാണെങ്കിൽ പിന്നെയും ഓക്കെ. പക്ഷേ അത് അപ്പു കൂടെ ഉള്ളിടത്തോളം കാലം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നടന്നാലോ? എങ്ങനെ നടക്കൂന്ന്? നമ്മൾ തേരാപാര നടക്കൂന്നല്ലാതെ വേറൊന്നും നടക്കാൻ പോകുന്നില്ല മോനെ. അരുണേ, ഇപ്പൊ പഴയതുപോലെയൊന്നും അല്ല. ആ ഗ്യാങ്ങിനൊക്കെ ഇപ്പൊ ഫുൾ സപ്പോർട്ടാ. കുറെ ആക്ടിവിസ്റ്റുകളും കവികളും കലാകാരന്മാരും എന്ന് വേണ്ട ലോകത്തുള്ള സകല തോലന്മാരും ഈ ടീമിന് ഫുൾ സപ്പോർട്ടാ. അത് മാത്രമല്ല, അന്ന് നമ്മൾ രണ്ടുപേരും ഊട്ടിമയിൽ നിന്ന് അന്തസ്സായിട്ട് ഏത്തിടുന്നത് അതിലൊരുത്തി മൊബൈലിൽ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയും അവളുമാരുടെ വായിച്ചെന്ന് ചാടിക്കൊടുത്താലേ അവർ ആ വീഡിയോ വല്ല യൂട്യൂബിലും ഇട്ടാ നമ്മുടെ കാര്യം പോക്കാ മോനെ. എനിക്ക് പെണ്ണ് കിട്ടാത്തതോ പോട്ടെ, പെങ്ങൾ ഒരുത്തിയെ കെട്ടിച്ചു വിടാൻ പോലും പറ്റാതാവും. പ്ലാന്റർ പൗലോച്ചൻ ചുവരിൽ കിടക്കുന്ന ഇരട്ടക്കുഴലെടുത്ത് ദേ എന്റെ നെഞ്ചിലിട്ട് എന്നെ പൊട്ടിക്കും. ഈ ചെറുപ്രായത്തിൽ ചില്ലിട്ട പടമായി ചുവരിൽ തൂങ്ങിക്കിടക്കാൻ ഞാനില്ല മോനെ. ഇല്ലെങ്കിൽ വേണ്ട, വിട്ടേക്ക്. പക്ഷെ ഞാൻ കെണിവെച്ച് പിടിക്കുമ്പോ പങ്ക് ചോദിച്ചോണ്ട് ഒരുത്തനും വന്നേക്കരുത്. അപ്പോ നീ അപ്പൂനെ ആ പെണ്ണിനെയും പിന്നെ മുട്ടാൻ തന്നെ തീരുമാനിച്ചോ? ഈ അരുൺ ഭാസ്കറിന്റെ തീരുമാനത്തിന് ഒരു മാറ്റവുമില്ല. ഇനി ആരൊക്കെ അവർക്ക് സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞാലും അരുൺ അപ്പുവിന് റിവെഞ്ച് എടുത്തിരിക്കും. നമ്മളെ നടറോഡിൽ മുട്ടുകുത്തി നിർത്തിയില്ലേ, അതുപോലെ, അല്ലെങ്കിൽ അതിലും ഭീകരമായിട്ട് അവരെ കൊണ്ട് ഞാൻ ഈ കാല് പിടിപ്പിക്കും. അതുപോലൊരു അടാറ് പണിയാ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. എന്താ നിന്റെ പ്ലാൻ? അത് കേൾക്കട്ടെ. നമ്മൾ സീൻ ഓപ്പൺ ചെയ്യുന്നത് അപ്പുവിൻ്റെ അടുത്ത് നിന്നായിരിക്കില്ല മോനെ. നീ പറഞ്ഞതുപോലെ ഞാൻ റൂട്ട് ഒന്ന് മാറ്റി പിടിക്കുക. ആദ്യം മാളവിക മുരളി എന്ന എൻ്റെ ചിയർകൾ, അതുവഴി അപ്പു വഴി നിന്റെ ചിയർകൾ. എങ്ങനെ? സംഗതി കൊള്ളാം. പക്ഷെ ഇത് നടക്കോ? പറയുന്നത് അരുൺ ഭാസ്കർ ആണെങ്കിൽ അത് നടത്തിയെടുക്കാനുള്ള വഴിയും എനിക്കറിയാം. ആദ്യം മധുവിധു ആഘോഷിച്ച് മടങ്ങി വരുന്ന മാളുമോൾക്ക് എൻ്റെ വക ഒരു ഉഗ്രൻ സ്വീകരണം. അതിനുള്ള ആദ്യ വെടി ഞാനങ്ങ് മലേഷ്യയിൽ പൊട്ടിച്ചിട്ടുണ്ട്. എടാ ഭയങ്കര, നീ അതിനുമ്പ് പണിയോടെയും കഴിഞ്ഞ. എന്നാ ഞാനുണ്ട് നിന്റെ കൂടെ. ആ മായാമോഹിനി മനസ്സിൽ നിന്ന് പോകുന്നില്ല മോനെ. അവൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. എടാ സാംകുട്ടി, നീ നമ്മുടെ ടീമിലെ സുമി ശ്രീകുമാറിനെയും റീന വിൻസെന്റിനെയും വിളിച്ച് ഒന്ന് അലേർട്ടാക്കി നിർത്തിയേക്കണം. അവരെ കൊണ്ട് നമുക്ക് ചെറിയൊരു ആവശ്യമുണ്ട്. ഉടായിപ്പനാണെങ്കിൽ റീനയെ വിളിക്കാം, അവളാ ബെസ്റ്റ്. എന്താ സംഭവം? അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നീ വാ, കേറ്. സാറെന്താ തനിച്ചൂടെ ഇരിക്കുന്നത്? എന്തുപറ്റി സാർ? എന്താ ആകെ വിഷമിച്ചിരിക്കുന്നത്? എല്ലാവരും എന്നോട് കള്ളം പറയാ. എല്ലാവരും, ഡോക്ടറും ഗീതയും എല്ലാവരും. എനിക്ക് ആരും കാണണ്ട. സാർ, എന്നോട് പിണക്കാണോ? ഇങ്ങനെ പിണങ്ങാൻ മാത്രമേ ഇവിടെ എന്താ സംഭവിച്ചേ? അത് പറഞ്ഞാൽ പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കാം. ഞാനൊരു കാര്യം ചോദിച്ചാ രേണു എന്നോട് സത്യം പറയോ? എനിക്ക് സാറിനോട് കള്ളം പറയേണ്ട ആവശ്യം എന്താ? സാറിന്റെ മനസ്സിലുള്ളത് തുറന്നു പറ. ഗീത വീട്ടിലേക്ക് പോയത് ഞാൻ പറഞ്ഞിട്ടാണോ? രേണുക്ക് അതിനെപ്പറ്റി വല്ലതും അറിയോ? ഡോക്ടർ പറയുന്നു ഞാൻ പറഞ്ഞിട്ടാ ഗീത വീട്ടിലേക്ക് പോയതെന്ന്. ഞാനങ്ങനെ സംഭവം ഓർക്കുന്നേ ഇല്ല. അല്ലെങ്കിലും ഞാനെന്തിനാ ഗീതയെ തനിച്ച് വീട്ടിലേക്ക് അയക്കുന്നു? അവിടെ പോയാലും ഗീത ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഡോക്ടർ പറഞ്ഞിട്ട് എനിക്ക് അങ്ങ് വിശ്വാസമാവുന്നില്ല. രേണുവെ കണ്ടിരുന്നോ ഗീത പോകുന്നത്? സാറ് പറഞ്ഞിട്ടാണോ അല്ലയോ മിസ്സസ് വീട്ടിൽ പോയതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ഗീതാ മാഡം വീട്ടിലേക്ക് പോയ കാര്യം സാർ അറിഞ്ഞിരുന്നു. കാരണം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാ മാഡം സാറിനോട് യാത്ര ചോദിച്ച് പുറത്തേക്ക് പോയത്. അപ്പൊ പിന്നെ സാറിന്റെ സമ്മതമില്ലാതെ ഭാര്യ വീട്ടിലേക്ക് പോവില്ലല്ലോ. എന്നാലത് എങ്ങനെ? ഞാനിന്ന് ദേഷ്യപ്പെട്ടെങ്ങാനും പറഞ്ഞത് ഗീത സീരിയസ് ആയിട്ട് എടുത്തതാണെങ്കിലോ? ഇനിയിപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞാലും
കേട്ട പാതി ഉടനെ ഇറങ്ങി പോകുന്നതാണോ മര്യാദ? അല്ല, സാറിപ്പ് എന്തിനാ അതിനത്ര ടെൻഷൻ അടിക്കുന്നത്? ഭാര്യ പോയി 2 ദിവസം സ്വന്തം വീട്ടിൽ നിന്നിട്ട് വരട്ടെ എന്ന് വിചാരിക്കണം. ഇവിടെ ഇപ്പൊ സാർ തനിച്ചൊന്നുമല്ലല്ലോ. എന്റെ കാര്യം അല്ല രേണുക പ്രശ്നം. ഗീത വീട്ടിൽ പോയ ആ പാവ അവിടെ തനിച്ചായി പോയില്ലേ? ഇതുവരെ ഗീത അങ്ങനെ തനിച്ച് വീട്ടിൽ തങ്ങിയിട്ടില്ല. എന്തിനപ്പോ ആൾ അങ്ങോട്ട് പോയതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. സ്വന്തം ഭാര്യയോട് സാറിന് ഇത്രയും സ്നേഹമുണ്ടെന്ന് ഞാൻ ഇന്നാ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം ചോദിച്ചാൽ വിഷമാവൂ? ഏയ്, രേണുക ചോദിച്ചോളൂ. സ്വന്തം ഭാര്യയോട് കാണിക്കുന്ന ഈ കെയറും കൺസിഡറേഷനൊന്നും പണിക്കർ സാർ എന്തുകൊണ്ട് സ്വന്തം കുഞ്ഞിനോട് കാണിക്കുന്നില്ല? ഇതുവരെ അങ്ങനൊരാളെ കുറിച്ച് കാര്യമായി പറയുന്നത് പോലും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഞാൻ ചോദിച്ചത് വിഷമായോ? എങ്കിൽ പിന്നെ അത് മറന്നേക്ക്. ഈ ഭൂമിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എൻ്റെ പൊന്നുമോളെയായിരുന്നു. പക്ഷെ അവളുടെ അച്ഛനും അമ്മയും വഞ്ചിച്ച് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കൂട്ടം ആൾക്കാരുടെ കൂടെ ഇറങ്ങിപ്പോയി. ഞങ്ങളുടെ ജീവിതം തകർത്ത് തരിപ്പണാക്കിയത് അവളറിയണുക. ഞങ്ങൾ അവളെ സ്നേഹിച്ചതിന്റെ 100-1 അംശം പോലും ഞങ്ങളോട് അവൾക്ക് ആത്മാർത്ഥയോ സ്നേഹമോ ഇല്ലായിരുന്നു. പോട്ടെ, എവിടെ വേണമെങ്കിലും പോയി എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ. ഞാൻ അവളെ എന്നേ മറന്നു കഴിഞ്ഞു. മരിച്ചുപോയി അവള്. ഞാനിപ്പോ അങ്ങനെയാ വിചാരിക്കുന്നു. അങ്ങനെയൊക്കെ പറയാമോ സാർ? എത്രയൊക്കെ ആയാലും ആ കുഞ്ഞ് സ്വന്തം കുഞ്ഞല്ലേ? നോ നോ, അങ്ങനെ ഒരു കുഞ്ഞ് ഇനി ഈ ജന്മം ഞങ്ങളുടെ മോളായിട്ടുണ്ടാവില്ല. അതിന് ആരൊക്കെ എന്തൊക്കെ ശുപാർശയായിട്ട് വന്നാലും ഞാൻ അംഗീകരിക്കാനും പോകുന്നില്ല. ഞാനും ഗീതയും ഞങ്ങൾ മാത്രം മതി. ഞങ്ങൾ മാത്രം. ഹലോ. ഹലോ ഡോക്ടർ, ഞാൻ ഗീതയാ. ആ, മനസ്സിലായി മാഡം. അവിടെ വിപിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എന്തു കുഴപ്പം? ആള് നല്ല സ്മാർട്ടായി തന്നെ ഇരിപ്പുണ്ട്. ഡോക്ടർ, ഇങ്ങനൊരു അവസ്ഥ വന്നതിന് ശേഷം ആദ്യമായിട്ടാ വിപി തനിച്ച്. അതിൻ്റെ ഒരു ടെൻഷനുണ്ട് എനിക്ക്. നോ നീഡ് ടു വറി. മാഡം സമാധാനമായിട്ടിരിക്കേ. വിപിക്ക് ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല, ഞാൻ ഗ്യാരണ്ടി. പോരെ? താങ്ക് യു ഡോക്ടർ. ഡോക്ടറിൻ്റെ ഒറ്റ ഉറപ്പില്ല ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ. വിപിയെ പിരിഞ്ഞു നിൽക്കുന്ന കാര്യത്തിൽ എനിക്കും വിഷമമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ മാഡം, തൽക്കാലം ഇങ്ങനൊരു അകൽച്ച നമ്മൾ ബോധപൂർവം സൃഷ്ടിച്ചത് പണിക്കർ സാറിൻ്റെ നല്ലതിന് വേണ്ടിയാണെന്ന് കരുതുക. മാഡത്തിൻ്റെ ആബ്സെൻസിൽ ഒരുപക്ഷെ പണിക്കർ സാറിന് തൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് ശരിക്കും ഗൗരവമായ ഒരു ആലോചന ഉണ്ടാവും. കൃത്യമായി അങ്ങനെ ആ പാസ്റ്റ് ഓർത്തെടുക്കാൻ പണിക്കർ സാറിന് സാധിക്കുകയാണെങ്കിൽ ഇപ്പോൾ ആ മനസ്സിൽ ചിതറിക്കിടക്കുന്ന ഓർമ്മകൾക്കും സംഭവങ്ങൾക്കും ഒരടുക്കും ചിട്ടയും ഉണ്ടാവും. അങ്ങനൊരു മാറ്റം സംഭവിച്ച തൻ്റെ ജീവിതം എന്തായിരുന്നുവെന്നും എന്തുകൊണ്ട് അതിങ്ങനെ മാറിയെന്നും പണിക്കർ സാറിന് സ്വയം കണ്ടെത്താൻ കഴിഞ്ഞേക്കും. ആ ഒരു ടാസ്ക് വിജയകരമായി പൂർത്തിയാക്കാൻ പണിക്കർ സാറിന് സാധിച്ചാൽ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിന്ന് അദ്ദേഹത്തെ നമുക്ക് പെട്ടെന്ന് തിരിച്ചുകൊണ്ടുവരാൻ സാധിച്ചേക്കും. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഡോക്ടർ. വിപിയെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ എന്ത് ത്യാഗവും എന്ത് റിസ്ക് എടുക്കാനും ഞാൻ തയ്യാറാണ്. ഐ നോ മാഡം. മാഡത്തെ പോലൊരു സെൻസിബിളായ ഭാര്യയ്ക്ക് മാത്രമേ ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ കഴിയുള്ളൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് രേണുകയുടെ കാര്യം വളരെ ഓപ്പണായി ഞാൻ മാഡത്തോട് സംസാരിച്ചത്. മാഡത്തിനും രേണുകയ്ക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെതായ സ്പിരിറ്റിൽ ഉൾക്കൊള്ളാനായത് എന്തായാലും നന്നായി. രേണുക പിന്നെ വിപി ആയിട്ട് സംസാരിച്ചോ ഡോക്ടർ? ഞാൻ വെറുതെ ചോദിച്ചേ ഉള്ളൂ. ആ, അവർ തമ്മിൽ ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്.
എന്നാലും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ഒരു സീരിയസ് ടോക്കിലേക്ക് കടന്നില്ലെന്ന് വേണം കരുതാൻ. ഞാനേതായാലും പണിക്കർ സാറിന്റെ ഹിസ്റ്ററി രേണുകയോടൊന്നും ബ്രീഫ് ചെയ്തിട്ടുണ്ട്. എപ്പോഴെങ്കിലും രേണുക അതേക്കുറിച്ച് പണിക്കർ സാറോട് സംസാരിക്കാതിരിക്കില്ല. പുതിയൊരാളാവുമ്പോൾ എവിടുന്ന് എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് അറിയാലോ. ചിലപ്പോ രേണുകയ്ക്ക് തന്നെ അത് പണിക്കർ സാറിനെ ഓർമ്മപ്പെടുത്തേണ്ടി വന്നേക്കാനും സാധ്യതയുണ്ട്. എന്തായാലും ഡെവലപ്മെന്റ്സിന് മേഡത്തെ അപ്ഡേറ്റ് ചെയ്തോളാം. പരിഭ്രമിക്കാതിരിക്കൂ. അഥവാ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ മേഡത്തെ വിളിക്കാം. അപ്പം ഇങ്ങോട്ട് വന്നാൽ മതി. ഓക്കെ? ഓക്കെ ഡോക്ടർ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആ ചേട്ടൻ കിടക്കാറായില്ലേ? എന്താ മോളെ? കിടക്കാറായില്ലേ എന്ന്. ആ കിടക്കാം. എന്തോ കാര്യമായിട്ടുള്ള ആലോചനയിലാണല്ലോ. ഞാൻ നമ്മുടെ ശേഖരമ്മ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ആലോചിക്കായിരുന്നു. എന്ത്? ചേട്ടൻ ഒറ്റാന്തടിയായിട്ട് ഇങ്ങനെ നിന്നാ ശരിയാവില്ലെന്ന് പറഞ്ഞ കാര്യമാണോ? ഒന്ന് പോടി. മാമൻ എന്തെല്ലാം കാര്യത്തെക്കുറിച്ച് പറഞ്ഞു? നിന്റെ തലയിൽ ഇത് മാത്രമേ തങ്ങിയുള്ളൂ. മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് മാത്രം സ്വീകരിച്ചാൽ മതിയെന്ന് ചേട്ടനല്ലേ എന്നെ പഠിപ്പിച്ചത്? അത് ശരി. അപ്പൊ ഞാൻ വേഗം കല്യാണം കഴിക്കണമെന്നാണോ നീ ഇപ്പൊ പറയുന്നത്? അത് ഞാൻ ഇപ്പോഴല്ലല്ലോ പറയാൻ തുടങ്ങിയത്. നിളച്ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞത് മുതല് ഞാൻ പറയാൻ തുടങ്ങിയതല്ലേ. അന്നൊന്നും അതേപ്പറ്റി ചേട്ടൻ കേട്ടതായിട്ട് പോലും ഭാവിച്ചില്ലല്ലോ. എന്നിട്ടെന്താ ഇപ്പൊ ഒരു ആലോചന? ഞാൻ അതിനെക്കുറിച്ച് നല്ല മോളെ ആലോചിച്ചത്. ശേഖരമാമനും ഫാമിലിയും ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞില്ലേ, അതേപ്പറ്റി ആലോചിച്ചതാ. ഒരു കണക്കിന് നോക്കിയാ അതൊരു നല്ല ഐഡിയ ആണെന്ന് തോന്നുന്നു. അവരിങ്ങോട്ട് വന്നാ അതിന്റെ പ്രയോജനം നമുക്കുമുണ്ട്. നീ ഇവിടെ തനിച്ചാണല്ലോ എന്നൊരു ടെൻഷൻ എനിക്ക് ഒഴിവായി കിട്ടും. എന്റെ കാര്യം ഓർത്ത് ചേട്ടൻ ടെൻഷൻ അടിക്കണ്ട. എനിക്കിവിടെ കൂട്ടിന് മുത്തിയമ്മ ഉണ്ടല്ലോ, പിന്നെന്താ കുഴപ്പം? ഞാൻ ഇപ്പോഴത്തെ കാര്യമല്ല മോളെ പറഞ്ഞത്, ഭാവിയിലെ കാര്യമോ. അതിലും നല്ലത് ചേട്ടൻ ഒരു കല്യാണം കഴിച്ച എനിക്ക് കൂട്ടിന് ഏട്ടത്തിയമ്മ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു കൂട്ട് എന്റെ മോള് തൽക്കാലം പ്രതീക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത്. വല്ലതും നടക്കുന്ന കാര്യം പറയുമ്പോൾ വെറുതെ മുട്ടാപ്പൊക്കെ ന്യായം കൊണ്ടുവരുന്നു. ഞാൻ മുട്ടാപ്പോക്ക് പറഞ്ഞതൊന്നുമല്ല. ശേഖരമാമ സീരിയസ് ആയിട്ട് തന്നെ ചേട്ടന്റെ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അത് വേറെ ആരുമല്ല, സ്വന്തം മോൾക്ക് വേണ്ടി തന്നെ. മോൾക്ക് വേണ്ടിയോ? ഏയ്, മാമൻ അതൊന്നും ഉദ്ദേശിച്ചു പറഞ്ഞതാവില്ല. എന്ന് ആര് പറഞ്ഞു? എനിക്ക് ഉറപ്പാ മാമന്റെ മനസ്സില് ആ ഒരു പ്ലാൻ തന്നെയാ. അതുകൊണ്ടാണല്ലോ നിളച്ചേച്ചിയുടെ ഡിവോഴ്സിന്റെ കാര്യം എത്രയും പെട്ടെന്ന് ശരിയാക്കാൻ വീണ്ടും വീണ്ടും ചേട്ടനെ ഓർമ്മിപ്പിച്ചിട്ട് പോയത്. നിളച്ചേച്ചിയുടെ ഡിവോഴ്സ് കഴിഞ്ഞ് അങ്ങനെ ഒരു ആലോചന ശേഖരമാമന്റെ ഭാഗത്തുനിന്ന് വന്നാ ചേട്ടൻ എന്ത് നിലപാടെടുക്കും? പറ. ഏയ്, അതൊന്നും ശരിയാവില്ല. എന്തുകൊണ്ട് ശരിയാവില്ല? ചേട്ടൻ ഇപ്പോഴും നിളച്ചേച്ചിയെടുത്തൊരു ഇഷ്ടമല്ലേ? അതോ ചേച്ചി ഇനിയിപ്പോ അങ്ങനെ ഒരു സ്ഥാനത്ത് കാണാൻ കഴിയില്ലെന്നാണോ? എന്നെ ഓർത്ത് ചേട്ടന്റെ ഒരു ഇഷ്ടങ്ങളും വേണ്ടാന്ന് വെക്കരുത്. എനിക്കത് എപ്പോഴും എന്റെ ചേട്ടന്റെ അടുത്ത് പറയാനുള്ളൂ. മോളെ ഞാൻ വേണ്ട. എന്താ ചേട്ടൻ പറയാൻ പോണെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. എന്നെങ്കിലും ചേട്ടൻ ഒരു ജീവിതം ഉറപ്പാക്കിയിട്ടേ ഞാനും ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കൂ.